ക്രിസ്മസിന്റെ പ്രധാന വിഭവവും രുചിയും കേക്കാണെങ്കിൽ ഈസ്റ്ററിന്റെ രുചിഭേദമായിരിക്കുകയാണ് ഈസ്റ്റർ എഗ്. അലങ്കരിച്ച ഈസ്റ്റർ എഗ്ഗുകൾക്ക് പകരം ചോക്ലേറ്റ് എഗ്ഗുകൾ വിപണിയിൽ പുനരവതരിച്ചതാണ് സമീപകാലത്തെ ഈസ്റ്റർ വിപണിയിലെ പ്രധാന മാറ്റം. ഈസ്റ്റർ എഗ്ഗ് പങ്കുവയ്ക്കുന്ന പതിവ് അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ വിരുന്നെത്തിയത്. പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ഈസ്റ്റർ എഗ്ഗ് എന്ന ആശയം നിലനിന്നിരുന്നത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെയും പുതുജീവന്റെയും പ്രതീകങ്ങളാണ് ഈസ്റ്റർ എഗ്ഗ് എന്നാണ് സങ്കല്പം. പലയിടങ്ങളിലും പല രീതിയിലാണ് ഈസ്റ്റർ എഗ്ഗ് സങ്കല്പം നിലനിന്നിരുന്നത്. ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയെ പ്രതിനിധീകരിച്ച് മുട്ടത്തോടിൽ ഈസ്റ്റർ എഗ്ഗ് അണിയിച്ചൊരുക്കുന്ന ശൈലി ചിലയിടങ്ങളിലുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയിൽ കുരിശടയാളം വരച്ച് അലങ്കരിച്ചിരുന്ന പതിവും നിലനിന്നിരുന്നു. അടുത്ത കാലത്തായി ഈസ്റ്റർ ദിനത്തിലെ പാതിരാ കുർബാനയ്ക്കൊപ്പം പുഴുങ്ങിയ മുട്ട ഈസ്റ്റർ എഗ്ഗായി വിശ്വാസികൾക്ക് പങ്കുവയ്ക്കുന്ന രീതിയും തുടർന്നു വരുന്നുണ്ട്. എന്നാൽ ഈസ്റ്റർ എഗ്ഗ് എന്ന ആശയം വിപണിയിലെ വിൽപ്പനാ വസ്തുവായി മാറിയിരിക്കുകയാണ്. ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും ചേർന്ന രുചികരമായ വിഭവമായി ഇത് മാറിക്കഴിഞ്ഞു. മുട്ടയുടെ ആകൃതിയിലുണ്ടാക്കിയ ഇത്തരം വിഭവങ്ങൾ കുരിശടയാളം മുദ്ര ചാർത്തി ഭംഗിയായി അലങ്കരിച്ചിരിക്കും വിധമാണ് ലഭ്യമാക്കുക. ചിലയിടങ്ങളിൽ ഹാപ്പി ഈസ്റ്റർ ആശംസകളും ഈസ്റ്റർ എഗ്ഗിൽ മുദ്ര ചാർത്തിയിട്ടുണ്ട്. 70 രൂപ മുതൽ 150 രൂപ വരെയാണ് പല വലിപ്പത്തിലുള്ള ഈസ്റ്റർ എഗ്ഗിന്റെ വില. എന്തായാലും വിപണിയിലെ താരമായി മാറിക്കഴിഞ്ഞ ഈസ്റ്റർ എഗ്ഗ് ഉത്ഥാന തിരുനാളിന്റെ മധുരമൂറുന്ന രുചിയായി മാറിയിരിക്കുകയാണ്.